യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായ ചില സാഹചര്യങ്ങൾ കൈവന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേർക്ക് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ചരിത്രപ്രസിദ്ധമായ കീവ് പെച്ചർസ് ലാവ്ര ആശ്രമ സമുച്ചയത്തിന് തീപിടിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ വൻ വ്യോമാക്രമണത്തിൽ കീവിൽ മാത്രം 4 പേരാണ് കൊല്ലപ്പെട്ടത്. 20-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരികയാണ്. 1000-ഓളം വർഷം പഴക്കമുള്ള ആശ്രമ സമുച്ചയത്തിൽ നിന്ന് തീയും പുകപടലങ്ങളും ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആശ്രമത്തിലെ പ്രധാന ആരാധനാലയമായ ഡോർമിഷൻ കത്തീഡ്രലിന്റെ ഗോപുരങ്ങൾക്കും താഴികക്കുടങ്ങൾക്കും താഴെ നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടത്തുന്നതായി യുക്രൈൻ എമർജൻസി സർവീസ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. കത്തീഡ്രലിന്റെ മേൽക്കൂരയുടെ ഭാഗത്ത് അഗ്നി പടർന്നു. സമീപത്തെ നാഷണൽ കൾച്ചറൽ ആൻഡ് മ്യൂസിയം കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ഭാഗവും അഗ്നിക്കിരയായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. 611 ദീർഘദൂര ഡ്രോണുകളും 70 മിസൈലുകളുമാണ് റഷ്യൻ സേന യുക്രൈന് നേരെ തൊടുത്തത്. ആക്രമണത്തെ തുടർന്ന് കീവിന്റെ വടക്കൻ മേഖലയിലെ 1,40,000 വീടുകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. വടക്ക് കിഴക്കൻ നഗരമായ ഖാർക്കിവിൽ റഷ്യൻ ബോംബാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം പ്രതിരോധ വ്യവസായ സമുച്ചയങ്ങളെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അവകാശവാദം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് റഷ്യ യുക്രൈനിൽ ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത്. അപ്രതീക്ഷിതമായ റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈൻ പകച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ യുക്രൈനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു സമാധാനാന്തരീക്ഷം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് തിരിച്ചടിയായാണ് ഇപ്പോൾ റഷ്യയുടെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. റഷ്യ കനത്ത ആക്രമണം വരും ദിവസങ്ങളിൽ നടത്തുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു.